അപ്പോൾ നമുക്ക് രാവിലെ മിക്ക ആൾക്കാർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യം, നമുക്കൊരു ചായ കുടിച്ചാലോ? അത് രാവിലെ എന്നല്ല, ഏതൊരു സമയത്തും ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വേറൊരു വൈബുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. കാര്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ ഒരു ചായ കുടിക്കുക, അവരോട് സംസാരിച്ചിരിക്കുക. അത് ചായ കുടിക്കുന്ന എന്നതിനപ്പുറത്തേക്ക് ആ സൗഹൃദവും സംഭാഷണവും ഒക്കെയാണ്. പക്ഷേ ഈ ചായ കൾച്ചർ എന്ന് പറയുന്നത്, ഇന്ന് അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് അറിയാമോ? ഇന്ന് അന്താരാഷ്ട്ര ചായ ദിനമാണ്. കാരണം പച്ചവെള്ളം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ കുടിക്കുന്ന പാനീയം ചായയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചായയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. നമ്മുടെ ഒരു കൾച്ചർ കൂടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ചായ കുടി എന്ന് പറയുന്നത്. ഇപ്പോൾ ചായയുടെ ജന്മനാട് എവിടെയാണ്, ആരാണ് ഈ തേയിലച്ചെടി കൊണ്ട് ഈ അത്ഭുത പാനീയം ഉണ്ടാക്കിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരവില്ല. എങ്കിലും 5000 വർഷം മുൻപ് ചൈനയിലാണ് ചായ പിറന്നതെന്ന കഥയ്ക്കാണ് ഇപ്പോൾ മുൻതൂക്കം. ആ കഥ ഇങ്ങനെയാണ്. BC 2732 ചൈനീസ് ചക്രവർത്തിയായ ഷെന്നൂങ് വേട്ടക്കിറങ്ങി ഒരു ദിവസം തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഒരു കാട്ടുചെടിയുടെ ഇല പാറി വീഴുന്നു. വെള്ളം മെല്ലെ തവിട്ട് നിറമായി, പോരാത്തതിന് കൊതിപ്പിക്കുന്ന ഒരു മണവും. ചക്രവർത്തി വെള്ളം ഒന്ന് തൊട്ട് നാവിൽ വെച്ചു. ആ പാനീയം നൽകിയ ഉന്മേഷം ചക്രവർത്തിക്ക് അങ്ങ് നന്നേ ബോധിച്ചു. അദ്ദേഹം പറഞ്ഞത് തന്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും അന്വേഷിച്ചിറങ്ങുന്നത് പോലെ എന്നായിരുന്നു അത്രേ. അപ്പൊ അതുകൊണ്ട് തന്നെ പാനീയത്തിന് ചാ എന്ന് അദ്ദേഹം പേരിട്ടു. ചാ ചൈനീസ് ഭാഷയിൽ അന്വേഷണം എന്നാണ് അർത്ഥം. അപ്പോൾ മറ്റൊരു കഥ ഇങ്ങനെയാണ്. വടക്കിഴക്കൻ ഇന്ത്യയിലോ വടക്കൻ മ്യാൻമറിലോ ആണ് ചായയുടെ ജനനമെന്നും പറയുന്നുണ്ട്. പക്ഷേ ചൈനയിൽ പിറന്ന ചായ അങ്ങനെ പട്ടുപാതയിലൂടെ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഒക്കെ കടന്ന് തേയിലച്ചെടികൾ ധാരാളമായി ഉണ്ടായിരുന്നിട്ടും പക്ഷേ ചായ ഉണ്ടാക്കാനുള്ള വിദ്യ ഇന്ത്യക്കാർക്ക് അത്ര വശമായിരുന്നില്ല. ചായ പാനീയമായി ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരാണ് എന്നുകൂടി നമ്മൾ ഈ അന്താരാഷ്ട്ര ചായ ദിനത്തിൽ ഓർക്കുകയാണ്. അതൊക്കെയാണ് ചായ വിശേഷങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ ഒരു ചായ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ചായ ദിനം ഗംഗേമമാക്കുക.